ഹായ് ഫ്രണ്ട്സ്, ഫുഡ് ട്രാവൽ ടിപ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ നിൽക്കുന്നത് നോർവേയിലെ ജോസിൻറ്റോൺ എന്ന സ്ഥലത്താണ്. ഇന്ന് ഞാൻ ഈ വീഡിയോ എടുക്കാൻ കാര്യം, നമ്മൾ വന്നിരിക്കുന്നത് വളരെ വിശേഷപ്പെട്ട ഒരു പ്രദേശം, ഒരു ഭൂപ്രകൃതിയുള്ള പ്രദേശത്താണ് വന്നിരിക്കുന്നത്. അതുകൊണ്ടാണ് ഈ വീഡിയോ എടുക്കുന്നത്. കാരണം നമ്മുടെ ഷിപ്പ് കിടക്കുന്നത് ഏകദേശം ഇവിടുന്ന് ഒരു 100 മീറ്റർ അകലെയാണ് കിടക്കുന്നത്. എന്നാൽ ഇവിടെ മൊത്തം പർവ്വതങ്ങളാൽ ഏകദേശം കല്ല് കൊണ്ട് ചുറ്റപ്പെട്ട ഒരു പ്രദേശമാണ്. ഫുള്ള് ഇത് കണ്ടില്ലേ, ചുറ്റപ്പെട്ട് കല്ല് കിടക്കുകയാണ്. കല്ലാണ്, ഇത് മലകളാണ് ഈ കാണുന്നത് മൊത്തം. ഏകദേശം ഒരു പാറമയുടെ നടുക്കാണ് നമ്മൾ നിൽക്കുന്നതെന്ന് വേണമെങ്കിൽ പറയാം. കാരണം ഇവിടെ മൈനിങ് ആണ് ഏറ്റവും കൂടുതൽ നടക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇവിടെ ഒരു പ്രൈവറ്റ് ഫാക്ടറി ഉണ്ട്. ആ ഫാക്ടറിയിൽ നിന്ന് ഞങ്ങൾ കുറച്ച് കെമിക്കൽ ലോഡ് ചെയ്യാനായിട്ട് വന്നതാണ്. ഇവിടെ വീഡിയോഗ്രാഫി പ്രശ്നമില്ല. മറ്റ് ബോട്ടുകളിലാണെന്നുണ്ടെങ്കിൽ വീഡിയോ പ്രശ്നമാണ്. നല്ല കാറ്റടിക്കുന്നുണ്ട്. അതുകൊണ്ട് വോയിസ് എങ്ങനെയാണ് കിട്ടുന്നതെന്ന് എനിക്ക് നല്ലതായിട്ട് അറിയില്ല. എന്തായാലും നമുക്ക് വീഡിയോയിലേക്ക് പോവാം. ക്യാരവാൻ യാത്രകൾ വളരെയധികം ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണ് ഇവിടെയുള്ളത്. അതുകൊണ്ട് തന്നെ ഒരുപാട് ക്യാരവാൻ വന്ന് ക്യാമ്പ് ചെയ്യുന്നൊരു സ്ഥലം കൂടിയാണ് ഈ ജോസിൻറ്റോൺ. നിങ്ങൾ ഈ കാണുന്ന ഈ വീട് കണ്ടോ? ഇത് ഏകദേശം ഒരു 18th സെഞ്ച്വറിയിൽ നിർമ്മിച്ചൊരു വീടാണ്. പക്ഷേ 19ാം നൂറ്റാണ്ടോടുകൂടി അവരത് ഉപേക്ഷിച്ചൊക്കെ പോയി. പിന്നീട് ഒരു മ്യൂസിയം ഏറ്റെടുത്ത് അതിൻ്റെ മെയിൻ്റനൻസും കാര്യങ്ങളൊക്കെ നടത്തിക്കൊണ്ട് പോവുകയാണ്. എന്തായാലും നമുക്ക് ഇതിനകത്തൊന്ന് കയറി നോക്കാം. ഇപ്പം നേരത്തെ ഒരു അപ്പൂപ്പനും അമ്മൂമ്മയും കൂടെ ഒരു പട്ടിയൊക്കെ ആയിട്ട് നിൽക്കുന്നത് കണ്ടായിരുന്നു. അത് ഇവിടുത്തെ അവർ ടൂറിസ്റ്റുകളാണ്. ആരെങ്കിലും ഉണ്ടോ? ഒരു വീട്ടിലേക്ക് കയറി ചെല്ലുന്ന അതേ പ്രതീതി. ഒരു ബുക്ക് വെച്ചിട്ടുണ്ട് അവർ. ഇതാണ് ഇതിനകത്തെ സെറ്റപ്പ്. എന്തായാലും ഇവിടെ വരെ വന്നതല്ലേ, നമുക്ക് എഴുതിയേക്കാം. ഉള്ളിലേക്കുള്ള വ്യൂ ഇങ്ങനെയാണ്. തികച്ചും ഒരു മൗണ്ടൻ്റെ താഴ്വര. അടിഭാഗമുണ്ട്. ഇത് തണുപ്പിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ടാണ് ഇവർ മിക്കതും വുഡിലാണ് ഇവർ ചെയ്യുന്നത്. അല്ലാതെ ഇവരുടെ കാശില്ലാഞ്ഞിട്ടല്ല കേട്ടോ. നമ്മുടെ നാട്ടിലായിരുന്നെങ്കിൽ എപ്പോഴേ കറിയാകേണ്ട സാധനമാണ് ഇത്. പബ്ലിക് പ്ലേസിൽ ഒരു സ്വാൻ ഇവിടെ മുട്ട ഇട്ടിരിക്കുന്ന ഒരു ഇതാണിത്. നമ്മൾ ഇത്ര അടുത്ത് വന്ന് നിന്ന് വീഡിയോ ചെയ്തിട്ടും ഈ ആശാൻ ഇവിടുന്ന് മാറുന്നുണ്ടെന്ന് നോക്കി. പുള്ളിയുടെ പണിയെടുത്ത് നിൽക്കുക. കാരണം പുള്ളിക്ക് നല്ല ഉറപ്പുണ്ട് ആരും പുള്ളി ഉപദ്രവിക്കത്തില്ലെന്ന്. നമ്മുടെ നാട്ടിലാണെന്നുണ്ടെങ്കിൽ എപ്പോഴേ കറി വയ്ക്കും. താറാവിൻ്റെയൊക്കെ അടുത്ത് പോയി കഴിഞ്ഞാൽ ഓടി ഇല്ലെന്നുണ്ടെങ്കിൽ ഇത് പുറകിന് കടിക്കാൻ വരും. നമ്മുടെയൊക്കെ വീട്ടിൽ അല്ലെന്നുണ്ടെങ്കിൽ എവിടെയെങ്കിലും അരയന്നോ ഇതേപോലുള്ള സാധനങ്ങളുണ്ടെങ്കിൽ അത് നമ്മൾ പുറകിന് കടിക്കാൻ വരും. പക്ഷേ ഇവിടെ അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നുമില്ല. പുള്ളിയുടെ ജീവിതം നടത്തട്ടെ. പുള്ളി ഇല പിടിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ നമുക്ക് നോക്കാം. അതിൽ രണ്ടിരിക്കുക. അപ്പോൾ ഇവിടെ ഇനിയൊരു ഫാമിലി ഉണ്ട് കേട്ടോ. ഇത് ഈ ഇരിക്കുന്നത് കൂട്ട് വെച്ച് മുട്ടയിട്ടിരിക്കുകയാണ് സ്വാൻ. നമ്മുടെ അരയന്നമാണോ പ്രാവാണോ പരുന്താണോ എന്നൊന്നും അറിയാൻ പറ്റാത്ത അവസ്ഥയാണ്. നമ്മുടെ തമ്പി പറയുന്നത് സ്വാനാണെന്നാണ് പറയുന്നത്. സ്വാൻ തന്നെയാണോ അരയന്നം? ശരിക്കും പറഞ്ഞാൽ ഇതിനെ തന്നെയല്ലേ നമ്മൾ അരയനം എന്ന് പറയുന്നത്. ഇവിടെ ഒരു ഗുഹ സെറ്റ് ചെയ്ത് വെച്ചിട്ടേ ഉണ്ട്. ഇത് സെറ്റ് പണിയതാ? അതാ ഇത് സെറ്റ് പണി വെച്ചിരിക്കാതാ? നാച്ചുറലാ? നമുക്ക് പോയി നോക്കാം. ഈ നായി ഏതാ ദുർഗാടാ? ഗുഹയല്ലേ? ഗുഹയ്ക്കകത്ത്
ആദ്യമായിട്ട് ഒരു ഗുഹയ്ക്കകത്ത് കയറുന്ന അങ്ങനെയുണ്ട്. നമുക്ക് നിവർന്ന് നിൽക്കാൻ പറ്റത്തില്ല. ഈ കോർണറിൽ വരുമ്പോൾ നിവർന്ന് നിൽക്കാം. പക്ഷേ ഇനിയിപ്പോൾ നമ്മളിവിടുന്ന് വേറൊരു സ്ഥലത്തേക്ക് പോവുകയാണ്. അതും നടന്ന് പോകാനുള്ള ദൂരമേ ഉള്ളൂ. അപ്പം ബാക്കിയുള്ള കാഴ്ചകളും കൂടെ നമുക്ക് കാണിച്ചു തരാം. നമുക്ക് ഷിപ്പിൽ ഡ്യൂട്ടിക്ക് മുമ്പേ എത്തേണ്ടതായിട്ടുണ്ട്. അത് വളരെ പ്രധാനപ്പെട്ടൊരു കാര്യമാണ്. നമുക്ക് നമ്മുടെ വാച്ച് സമയത്ത് നമ്മളോട് ഉണ്ടായിരിക്കണം. അതിനിടയ്ക്കുള്ള ഇടവേളകളിലാണ് നമ്മൾ ഇതേപോലുള്ള പറ്റുന്ന രീതിയിലുള്ള വീഡിയോകളും മറ്റു കാര്യങ്ങളൊക്കെ ചെയ്യാൻ സാധിക്കത്തുള്ളൂ. ഈ പുറകിൽ കാണുന്നതാണ് ഞങ്ങളുടെ ഷിപ്പ്. ഇത് ബൾക്ക് കാരിയർ വിഭാഗത്തിൽപ്പെട്ട ഒരു കപ്പലാണ്. അപ്പം നമ്മൾ ഒരുപാട് ഷിപ്പിലും ഒരുപാട് രാജ്യങ്ങളിൽ പോയിട്ടുണ്ടെങ്കിലും ഒരു പബ്ലിക് റോഡിൻ്റെ അടുത്ത് ഇത്രയും അടുത്ത് ഒരു കപ്പൽ കൊണ്ട് കെട്ടിയിട്ടിരിക്കുക. അതും ദേ മലയുടെ ചോട്ടി. മലയുടെ താഴ്വാരത്ത് കൂടെ തന്നെയാണ് ഇവിടെ റോഡ്. ഇത് ഇവിടെ കടലെന്ന് പറയാൻ പറ്റത്തില്ല, ഒരു കടലിടുക്ക്, ഒരു സേഫ് പോർട്ടാണിത്. കാരണം ഇത്രയും സേഫായിട്ട് ഒരു പോർട്ടും കാണത്തില്ല. ഈ ഒരു മലയും മറ്റു കാര്യങ്ങളും, പിന്നെ വേവ്സ് ഇല്ല, ചെറിയൊരു വേലിയേറ്റം മാത്രമേ ഉള്ളൂ. സുനാമി വന്നെന്ന് പറഞ്ഞാൽ പോലും നമ്മൾ അറിയത്തില്ല. അത്രയ്ക്ക് നല്ലൊരു കണ്ടീഷനാണ് ഈ പോർട്ടിനെ സംബന്ധിച്ചിടത്തോളം. ഇവിടെ ഇത്രയും വെട്ടവും വെളിച്ചമൊക്കെ ഉണ്ടെന്നെങ്കിലും സമയം എന്താണെന്നറിയാമോ? ഇപ്പം രാത്രി ഏകദേശം 8 മണിയാകാൻ പോകുന്നുണ്ട്. നമ്മുടെ നാട്ടിലാണെന്നുണ്ടെങ്കിൽ ഫുള്ള് ഇരുട്ട് മൂടി കിടക്കും. പക്ഷേ ഇവിടുത്തെ ഇനിയുള്ളൊരു പ്രത്യേകത എന്ന് പറയുന്നത് ഏകദേശം 11 മണി വരെ ഇവിടെ വെളിച്ചം കാണും. 12 മണി, ഏകദേശം 2, 3, 4 മണിയാകുമ്പോഴത്തേക്ക് വെട്ടം വീണ് തുടങ്ങും. അതുകൊണ്ട് രാത്രി എന്നൊരു സംഭവം ഇവിടെ വളരെ കുറവാണ്. അവിടെ നല്ല അടിപൊളിയായിട്ട് നല്ല വെളിച്ചം, ഒരു കുറവില്ല, നല്ല ചൂടുമുണ്ട്. ആശാൻ ഇങ്ങനെ മിന്നിത്തിളങ്ങി നിൽക്കുകയാണ്. വീക്കെൻഡ് ആയതുകൊണ്ട് തന്നെ റൈഡേഴ്സ് ഒരുപാട് പോകുന്നൊരു സ്ഥലമാണിത്. എന്തായാലും എനിക്കിഷ്ടപ്പെട്ട ഒരു സാധനം ഇവിടെ കിടപ്പുണ്ട്, ഒരു സ്പീഡ് ബോട്ട്. എവിടെ ചെന്നാലും യമഹ തന്നെയാണ് സ്പീഡ് ബോട്ടിൻ്റെ സാരഥി. അതേപോലെ തന്നെ ഇത് റിമോട്ട് സ്റ്റിയറിങ്ങും മറ്റു കാര്യങ്ങളൊക്കെ ഉള്ളൊരു സ്പീഡ് ബോട്ടാണ്. അവിടെ കുറച്ച് കാര്യങ്ങളുണ്ടെങ്കിൽ കാണിച്ചു തരാം. കിടക്കുന്നതാണ് നമ്മുടെ കപ്പൽ. നമ്മളിവിടെ നിന്ന് ഇങ്ങനെ നടന്ന് വന്ന് ഇവിടെ വരെ വന്നിട്ടുണ്ട്. ഈ ഫാക്ടറിയിൽ വർക്ക് ചെയ്യുന്നവരുടെ എന്തോ ഒരു ഹൗസിംഗ് കോളനി അതേപോലെ സംഭവങ്ങൾ എന്താണെന്ന് തോന്നുന്നു. നമുക്ക് പോയി നോക്കാം. ഒരു പയ്യൻ സൈക്കിളൊക്കെ ചവിട്ടി വരുന്നു. ഹായ്. ഇതുണ്ട്, ഇതേപോലെ കുറേ വീടുകളുണ്ട്. ഇത് വല്ലപ്പോഴൊക്കെ ഓപ്പൺ ആകത്തുള്ളൂ, വല്ലപ്പോഴൊക്കെ ആൾ കാണും. കഴിഞ്ഞ ദിവസം ഞങ്ങൾ വന്നപ്പോഴത്തേക്ക് ഇവിടെ ആരും ഇല്ലായിരുന്നു. ഇങ്ങനെ കുറേ വീടുകൾ കയറ്റിയിട്ടുണ്ട്. ഇതൊരു വീക്കെൻഡിൽ വരും, സ്റ്റേ ചെയ്യും, പോകും. ഇത് പ്രൈവറ്റ് പാർട്ടിയുടെ ആണോന്ന് അറിയില്ല. നമ്മൾ ജസ്റ്റ് ഇതുവഴി ഇങ്ങനെ നടന്ന് പതുക്കെ മേളിലെത്തുക. മച്ചാന്തി പുറകിന് സൈക്കിളുമായിട്ട് വരുന്നുണ്ട്. ഇവിടെയൊക്കെ ശാന്തതയും സ്വകാര്യതയൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണ് താമസിക്കുക. അതുകൊണ്ട് നമ്മൾ അവരുടെ സ്വകാര്യതയിലേക്ക് കടന്നു കയറാനായിട്ട് നമ്മൾ ഇത് ചെയ്യുന്നില്ല. പക്ഷേ ഈ വീടൊക്കെ കാണുമ്പോഴത്തേക്ക് ഇത് ബ്യൂട്ടിഫുൾ അല്ലേ? ഒരു
താഴ്വാരം, ഒരു ചെറിയൊരു ലേക്ക്, അതിൻ്റെ സൈഡിലൊരു വീട്. ഇതൊക്കെ ഏതൊരു മലയാളിയും സ്വപ്നം കാണുന്നൊരു സംഭവമാണ്. മലയാളികളുടെ സ്വപ്നങ്ങൾക്ക് അങ്ങനെ അതിർത്തിയൊന്നുമില്ല. മലയാളികൾ ഒരുപാട് സ്വപ്നം കാണുന്നവരാണ്. അങ്ങനെ സ്വപ്നങ്ങൾ കാണുന്നത് കൊണ്ടാണ് മലയാളി ഇന്നുള്ള മലയാളിയായത്. അല്ലേ? അടിപൊളിയല്ലേ? അതാ കിടക്കുന്നു നമ്മുടെ ഷിപ്പ്. അധികം ദൂരമൊന്നുമില്ല, ഇവിടെ നോക്കിയിട്ട് അധികം ദൂരമൊന്നും തോന്നുന്നില്ല. പക്ഷെ ഇവിടെ നടക്കുന്ന കാര്യം ആലോചിക്കുമ്പോഴാണ് കുഴപ്പമില്ല. നമ്മുടെ ഫാക്ടറി പറഞ്ഞില്ലേ, ഈ കാണുന്ന ഫാക്ടറിയിൽ നിന്നാണ് ഈ കപ്പലിലേക്ക് പ്രൊഡക്റ്റ് വന്നുകൊണ്ടിരിക്കുന്നത്. സ്വപ്നങ്ങളിൽ പോലും കണ്ടിട്ടില്ലാത്ത സ്ഥലങ്ങൾ. സമയം ഇപ്പം 8:10. നല്ല വെയിൽ. എൻ്റെ നിഴലടിക്കുന്നുണ്ടോ? സ്പീഡിൽ കടന്നു കഴിഞ്ഞാൽ താഴെ കഴിഞ്ഞ് നമ്മുടെ 2 മച്ചാന്മാർ വരുന്നുണ്ട്. നമ്മുടെ അല്ല, ഈ നാട്ടുകാരാന്ന് തോന്നുന്നു. ചോദിക്കാം, എന്തായാലും അവരോട് ചോദിക്കാം, ഇവിടുത്തെ കാര്യങ്ങളെക്കുറിച്ച് അറിയാം. അവരിത് അവിടെ കഴിഞ്ഞ് നടന്നു വരുന്നുണ്ട്. എനിക്ക് വന്നത് ആ ടഗ്ഗിലെ ടീമുകളാണെന്ന് തോന്നുന്നു. You are working on that tugboat? Yeah. Okay. I'm from that ship. Okay. Yeah, we just having a look. Having a look around. Okay. Just like for a memory, I am recording. Okay. It's not TikTok. Yeah, not TikTok. maybe I will save in some YouTube and all that sort. What's your name? I'm Thomas. You sir? Oliver. Where are you from? I am from India. Okay. How many people are you on board? On board around 25. 20. Are you on the big vessel? Yeah. I don't know. I'm not from this part of Norway. Yeah. Okay. I'm not very. We usually hang out in Arendal or in Kristiansand. Okay. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. കാരണം ഞാൻ കണ്ട കുറച്ച് കാഴ്ചകളും ഞാൻ കണ്ട കുറച്ച് രാജ്യങ്ങളുടെയും വീഡിയോകളാണ് നിങ്ങളിലേക്ക് എത്തിക്കാൻ ശ്രമിച്ചത്. ഇതിൽ എത്രമാത്രം വിജയിച്ചു എന്നത് എനിക്കറിയില്ല. അത് തീരുമാനിക്കേണ്ടത് നിങ്ങളാണ്. എന്തായാലും തുടർന്നും ഇതേപോലുള്ള വീഡിയോകൾ വളരെ സേഫായിട്ട് നമ്മൾ നിങ്ങളിലേക്ക് എത്തിക്കുന്നതായിരിക്കും. അപ്പം മറക്കാതെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം വീണ്ടും കാണുന്നവരെ വണക്കം.